ഈ ചൂടത്ത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അടിപൊളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണ് സെൽവ ബീച്ച് റിസോർട്ടിൻ്റെ അടുത്തുള്ള ഡെസേർട്ട് ഫാൾസ് പറഞ്ഞ വാട്ടർ അഡ്വഞ്ചർ പാർക്കിൽ. ഞാൻ ആ പാർക്കിലുള്ളത്. പാർക്ക് ഇപ്പോൾ ജസ്റ്റ് റൈഡെല്ലാം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട ബാക്കിലുള്ള ഒരു ബീച്ചിലേക്ക് വന്നതാണ്. അവിടെ നേരെ ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഉണ്ട്. ഡെസേർട്ട് ഫാൾസ് വാട്ടർ അഡ്വഞ്ചർ പാർക്ക് 30ഓളം റൈഡുകളുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണിത്. ഏകദേശം 90% ഏരിയ കവേർഡ് ആയത് കാരണം ഏത് ക്ലൈമറ്റിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ്. ഇങ്ങോട്ടുള്ള എൻട്രി ഫീ 1.2 മീറ്റർ ഹൈറ്റിന് മേലെ ഉള്ളവർക്കാണെങ്കിൽ 250 റിയാലും 1.2 മീറ്റർ ഹൈറ്റിന് താഴെ ഉള്ളവർക്ക് 190 റിയാലും അതുപോലെ തന്നെ 3 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീയുമാണ്. വോഡോഫോണിന്റെ മൈ ബുക്ക് അതുപോലെ തന്നെ ഒരുടാന്റെ അർബൻ പോയിന്റ് ആപ്പ് ഉണ്ടെങ്കിൽ ബൈ 1 ഗെറ്റ് 1 ഓഫർ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഏകദേശം 125 റിയാലാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നാട്ടിലെ വണ്ടർലയുടെ അത്ര ഇല്ലെങ്കിലും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു അഡ്വഞ്ചർ പാർക്കാണിത്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാൽ ഇതുപോലെ ഒരു ബാൻഡ് കിട്ടും. അതുകൊണ്ട് തന്നെ റീ എൻട്രി എത്ര തവണ വേണമെങ്കിലും പോയി വരാം. എൻട്രൻസിന് തൊട്ടടുത്ത് പാർക്കിംഗ് ഉണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തും പോകാം. അങ്ങനെയാണെങ്കിൽ ലോക്കറിന്റെ ക്യാഷ് ലാഭിക്കാം. ലേഡീസിന് മാത്രം ലോക്കർ എടുത്താൽ മതി. 20, 30, 50 റിയാലാണ് ലോക്കറിന് ചാർജ് വരുന്നത്. മൊബൈലിന്റെ വാട്ടർ പ്രൂഫ് കവർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റൈഡിന്റെ വീഡിയോ ഒക്കെ എടുക്കാം. അല്ലെങ്കിൽ മൊബൈലൊന്നും റൈഡിലേക്ക് അലോ ചെയ്യില്ല. കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള്. ഡെസേർട്ട് ഫാൾസിലെ റൈഡെല്ലാം കഴിഞ്ഞ് നേരെ ബീച്ചിലോട്ട് വന്നതാണ്. ഇവിടെ ഡയറക്റ്റ് ബീച്ചിലേക്കുള്ള ആക്സസ് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്.